വൺസ് അഗൈൻ ഗുഡ് ഈവനിങ്. എൻ്റെ പേര് മുഫീസ് എന്നാണ്, സ്വദേശം തലശ്ശേരിയാണ്. ഞാൻ ഈ ബിസിനസ് കഴിഞ്ഞ 4 വർഷത്തിന് മുകളിലായിട്ട് ഫുൾ ടൈമറായി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ട് ബിസിനസ് കേൾക്കുമ്പോൾ ഒരു കാരണവശാലും ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല, ചെയ്യില്ല എന്ന ഒരു തീരുമാനമെടുത്തിട്ടാണ് ആദ്യമായിട്ട് കേൾക്കാൻ പോയത്. പക്ഷേ ഇന്നിവിടെ വന്ന ആൾക്കാർ, ഇന്ന് ആദ്യമായിട്ട് ബിസിനസ് കേൾക്കുന്ന ആൾക്കാരൊക്കെ വേണമെന്ന് ഒരുപക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം, ഞാൻ അങ്ങനത്തെ ചിന്തിച്ച ആളാണ്. ഒരു കാരണവശാൽ ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യില്ല. ഞാൻ ഈ ബിസിനസ് കേൾക്കാൻ പോകുന്നത് തന്നെ എന്നോട് ആരാണോ സംസാരിക്കുന്നത് അവരെ പിടിച്ച് നെഗറ്റീവ് ആക്കുക എന്നുള്ളതാണ്. കാരണം എനിക്ക് ഉദാഹരണങ്ങളുണ്ട്, അനാവശ്യ മുൻധാരണകളുണ്ട്. എനിക്ക് ഇതിൽ വലിയ അറിവുണ്ടായിട്ടില്ല. എന്നാൽ മുൻധാരണ വെച്ചിട്ട് അവരെ പിടിച്ച് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോയതെങ്കിലും എന്റെ എല്ലാ ചോദ്യത്തിനും അവർ ഉത്തരം തന്നു. ഞാൻ ഒരുപാട്, കാരണം ഏകദേശം 3-4 മണിക്കൂർ എനിക്ക് ബിസിനസ് പ്ലാൻ പറഞ്ഞു തരുന്നു അവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അത്രയും മണിക്കൂർ സംസാരിച്ച് പല രീതിയിലുള്ള ഞാൻ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ക്രോസ് ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനെല്ലാം 100% ഞാൻ എനിക്ക് വിശ്വാസമാവുന്ന രീതിയിൽ ഉത്തരം തന്നതുകൊണ്ടാണ് എന്നിട്ട് ചെയ്തേക്കാം. അങ്ങനെ ബിസിനസ് ശക്തമായി ഏറ്റെടുത്തു. വീട്ടിൽ നിന്നൊക്കെ ഭയങ്കര നെഗറ്റീവാണ്. ഉപ്പ, ഉമ്മ, കുടുംബക്കാർ, അയൽവാസികൾ, ഒരു കുട്ടി പോലും ഇത് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഇത് ചെയ്തു എന്ന് പറയുന്നില്ല. പക്ഷെ ഞാനൊരു തീരുമാനമെടുത്തത്, കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വേറെ എവിടെ നോക്കില്ല, എന്റെ കുടുംബത്തിൽ നോക്കി. കാരണം എന്റെ കുടുംബത്തിൽ ബിസിനസ് എന്ന പേരിൽ 2-3-4 ഷട്ടർ അല്ലെങ്കിൽ ഷോപ്പ് എടുത്തിട്ടൊക്കെ കളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ അവരുടെ ജീവിതത്തിൽ അവരെവിടെ എത്തിയിട്ടില്ല. വിദ്യാഭ്യാസം ഉള്ള ആൾക്കാരുണ്ട്, വിദ്യാഭ്യാസം വേണം, അത് വേണ്ടെന്നുള്ളത്. പക്ഷെ അതിലൊരു അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ കൊടീശ്വരനായ നല്ല ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു കുട്ടിയില്ല. അതുപോലെ തന്നെ എന്റെ ഉപ്പ, എന്റെ കാരണവന്മാർ, എന്റെ കുട്ടികളെമാർ, ഇവരെ സംബന്ധിച്ചിടത്തോളം അവര് വർഷങ്ങളായി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. 30-40-50 വർഷമായിട്ട് അവർ ഇപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരുടെ ജീവിതത്തിൽ അവരൊന്നും സെറ്റിൽ ആയിട്ടില്ല. അതുകൊണ്ട് ഞാൻ അന്നൊരു തീരുമാനം എടുത്തു, ഇവരെ പോലെ ഒരാൾ എനിക്ക് ആവാൻ ഒരു ആഗ്രഹമില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും എന്നുള്ളത് ചിന്തയിലാണ് ഈ ബിസിനസ് കിട്ടിയ സമയത്ത് ഞാൻ ശക്തമായിട്ട് ഏറ്റെടുത്തു. കഴിഞ്ഞ 6 വർഷം ഫുൾ ടൈമറായി ചെയ്യാണ്. എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫീസ് ചെയ്തൊന്നും ചെയ്തിട്ട് വലിയ കാര്യമൊന്നുമില്ല, നിന്റെ കൂടെ നിനക്ക് ഇതിനെ കൊണ്ട് വലിയ നേട്ടമൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല, ഇതൊക്കെ ചുമ്മാ പറയാണ്, നിന്നെ വെച്ച് കമ്പനി പൈസ ഉണ്ടാക്കണം. ഹലോ, കമ്പനിക്ക് ഞാൻ എന്താ ഒരു രോമം കൂടി അല്ല, നമ്മുടെ ശരീരത്തിൽ ഒരു രോമം കൂടിയല്ല കമ്പനിക്ക് ഞാനൊരാൾ. ഞാൻ പറഞ്ഞ കമ്പനിക്ക് ഒരു കാര്യമില്ല. എന്നോട് വേറൊരു കാര്യം പറഞ്ഞു, നിന്നെ വെച്ച് നിന്റെ ലീഡർമാരെ പൈസ ഉണ്ടാക്കുന്നതാണ്. ഞാൻ തന്നെ ചിന്തിച്ചൊരു കാര്യം, രാവിലെ എഴുന്നേറ്റ് ഞാൻ ഫീൽഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സത്യം പറയാലോ, എനിക്ക് ചായ വാങ്ങിച്ചു തരുന്ന എന്റെ അപ്പലാണ് ഈ പറഞ്ഞ ലീഡറാണ്, ഒരു ഫിനാൻസ് ആണ് അദ്ദേഹത്തിന്റെ പേര്. എനിക്ക് ഉച്ചക്ക് ചോറ് വാങ്ങിച്ചു തരുന്നത് അദ്ദേഹം, രാത്രി ചിലപ്പോൾ ചോറ് എനിക്ക് എന്താ പറയുക നാസ്ത വാങ്ങിച്ചു തരുന്നത് ജസീർ സാർ എന്റെ ലീഡർമാരായിരിക്കും. ആ ലീഡർമാരെ എന്നെ പോറ്റുന്നത് അവരുള്ളതുകൊണ്ട് സത്യം പറഞ്ഞ് ഞാൻ ബിസിനസ് ചെയ്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് എനിക്ക് മനസ്സിലായി, ലീഡേഴ്സിനെ എന്നെ വെച്ചിട്ടൊന്നും ഉണ്ടാക്കാനൊന്നുമില്ല, പക്ഷെ എന്റെ വിജയത്തിന് വേണ്ടി അവർ പണിയെടുക്കുന്നുണ്ട്. അവർ എന്റെ വിജയത്തിന് വേണ്ടി കൂടെ മനസ്സിലാക്കുമ്പോൾ അവർ പറയുന്നത് എന്താണോ അതനുസരിച്ച് അവരെ കൂടെ ശക്തമായിട്ട് നിന്നു. കുടുംബക്കാർ പറയുന്നു, പിന്നെ കൂടുതൽ കേൾക്കാൻ തോന്നുന്നില്ല. ഞാൻ അന്നേരം മനസ്സിലാക്കി ദൈവം 2 കാര്യത്തിനാ ഈ ചെവി അന്നെന്ന് മനസ്സിലായി. കാരണം ഒന്ന്, നമ്മുടെ അനാവശ്യ കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ വലത് ചെവി കൊണ്ട് കേട്ട് ഇതങ്ങ് ഓപ്പൺ ചെയ്തങ്ങ് ഒഴിവാക്കുക. പക്ഷെ നല്ല കാര്യങ്ങൾ കേൾക്കുകയാണെങ്കിൽ 2 ചെവി കൊണ്ട് കേട്ട് നമ്മുടെ തലയിൽ വെച്ച് ശക്തമായിട്ട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യുക എന്ന് മനസ്സിലാക്കി ഞാൻ തീരുമാനമെടുത്തു. നന്നായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഒറ്റയ്ക്ക് തുടങ്ങിയ ബിസിനസ് വെറും 22,500 രൂപ തുടങ്ങിയ ബിസിനസ്സാണ്. കേരളത്തില് ഇന്ന് 9ഓളം ജില്ലയിലും കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ ഇന്ന് ബിസിനസ് ശക്തമായി ചെയ്യുന്നു. ദൈവാനുഗ്രഹം കൊണ്ട് വെറും 22,500 രൂപ തുടങ്ങിയ ബിസിനസ്സാണ്. എനിക്ക് ഷോപ്പില്ല, ഓഫീസില്ല, വിസിറ്റിംഗ് കാർഡ് പോലും എനിക്കില്ല, ഒരു തലവേദന പരിപാടിയുമില്ല. എന്നാൽ എന്റെ ആഗ്രഹം പോലെ തന്നെ പാറിപ്പറന്ന് ബിസിനസ് ചെയ്യണം എന്ന് തന്നെയായിരുന്നു. അത് നേരത്തെ വസീം സാർ പറഞ്ഞ പോലെ പാറിപ്പറന്ന് നടക്കണം എന്നുള്ള തന്നെയാണ് എന്റെ ആഗ്രഹം. ഇത് എന്താ പറയാ, ടൈം ഫ്രീഡം വെച്ചിട്ട് എന്താ പറയാ, ലൈഫിൽ പെട്ടെന്ന് സെറ്റിൽ ആവും. മരണം വരെ പണി 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 എന്നല്ല ജീവിതം. നമ്മളെ ആൾക്കാരുടെ വിചാരം അതാണ്, പഠിക്കുക അല്ലെ. ഒരു രക്ഷിതാക്കളെ മക്കളെ പഠിപ്പിച്ചുകൊണ്ട് തന്നെ പഠിക്കുക പണി അല്ലെ, പണിയെടുക്കുക എന്നുള്ളതാണ് ജീവിതകാലം മൊത്തം. എന്നാൽ അതല്ലല്ലോ ലൈഫ്. എന്റെ ലൈഫിൽ ഏറ്റവും വലിയ ആഗ്രഹം ഏർലി സെറ്റിൽ ആവും, പെട്ടെന്ന് ലൈഫ് സെറ്റിൽ ആവും, ബാക്കി അടിച്ചു പൊളിക്കും. ദൈവാനുഗ്രഹം കൊണ്ട് അത് തന്നെ ഈ ബിസിനസ് കിട്ടിയത് കൊണ്ട് തന്നെ വെറും 22,000 തുടങ്ങിയ ബിസിനസ് ഇന്ന് ഏകദേശം 20 കോടിക്ക് മുകളിൽ ടേൺ ഓവർ. അതുപോലെ തന്നെ എന്റെ ആദ്യത്തെ വരുമാനം 450 രൂപയായിരുന്നു. എന്നോട് എല്ലാവരും പറഞ്ഞത്, ഓഫീസിൽ നിന്ന് കമ്പനി വരുമാനം കിട്ടില്ല, കമ്പനി പരമാവധി നീട്ടി കൊണ്ടുപോകുന്നൊക്കെ പറഞ്ഞ് പല നെഗറ്റീവ്. കാരണം എങ്ങനെയൊക്കെ പിന്തിരിപ്പിക്കാൻ പറ്റും, അങ്ങനെയൊക്കെ അവർ ട്രൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ 450 രൂപ വരുമാനം വന്നപ്പോൾ എനിക്ക് ഉണ്ടായ ഒരു വിശ്വാസം, കച്ചവടം നടന്നാൽ വരുമാനം തരുമെന്ന് കമ്പനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കമ്പനി 1 രൂപ പോലും എടുക്കാതെ ഡയറക്റ്റ് വൈറ്റ് മണി ആയിട്ട് ടാക്സും കാര്യങ്ങളൊക്കെ അടച്ച് വൈറ്റ് മണി എന്റെ അക്കൗണ്ട് തന്നിട്ടുണ്ടെങ്കിൽ എന്ന് ഈ കമ്പനി വിശ്വസിക്കാം എന്നതിനാണ് ഞാനൊരു തീരുമാനമെടുത്തു. അങ്ങനെ ശക്തമായി പ്രവർത്തിച്ചു. അങ്ങനെ 1,350 രൂപയാണ് സത്യം പറഞ്ഞാൽ ആദ്യം എന്റെ അക്കൗണ്ട് വന്നത്. അതെനിക്കൊരു വിശ്വാസമായി. 1,350 ആദ്യത്തെ വരുമാനം വന്നത്. അതിലൂടെ തുടങ്ങിയതാണ് ഇന്ന് 2,10,000 വരെ ഈ ബിസിനസ്സിൽ വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട്. കൂടുതലുള്ള 10
നമ്മുടെ കയ്യിൽ വരുമാനം വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയിട്ടുണ്ട് ഈ 2,10,000 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിരവധി അച്ചീവ്മെന്റ്സ് ലൈഫിൽ ഉണ്ടാക്കാൻ പറ്റും. 100 കണക്കിന് ബൈക്ക് അച്ചീവേഴ്സിന് ഒരുപാട്, അതുപോലെ തന്നെ 10 മുകളിൽ കാർ അച്ചീവേഴ്സും. എന്തിനു പറയുന്നു, പിന്നെ എന്താ പറയാ, ഞാൻ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ എന്റെ കൂടെ എന്താ പറയാ CA CDM അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഇനി പിന്നെ പറഞ്ഞു വരുന്നൊരു കാര്യം, തീരുമാനമെടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള മാറ്റം നിങ്ങളുടെ ലൈഫിലും ഉണ്ടാക്കാം. മറ്റുള്ളവർ എന്ത് പറയുന്നത് നോക്കണ്ട, നിങ്ങളുടെ തീരുമാനം നിങ്ങളുടെ ലൈഫിൽ ഉപകരിക്കട്ടെ. വലിയ വിജയത്തിൽ എത്താൻ പറ്റുന്ന ആശംസിച്ച് നിർത്തുന്നു. വിശ്വാസം. താങ്ക് യു.